ഹായ് നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല കവിയൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറി കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഹനുമാനും പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്നു. ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. 21 വീതിയുള്ള പടികൾ ഗംഭീരമായ കിഴക്കേ ഗോപുരത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. പ്രധാന കവാടം നീളമുള്ള ആനക്കൊട്ടിലിലേക്കാണ്. തെക്കും പടിഞ്ഞാറും 2 ഗോപുരങ്ങളുണ്ട്. വടക്കുഭാഗത്തായി ഒരു ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര സമുച്ചയത്തിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്ത് കീഴ്തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രവും സമീപത്ത് ഒരു വലിയ തടാകവും അതിനെ പോളച്ചിറ എന്ന് വിളിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ അടിത്തറയിൽ കാണപ്പെടുന്ന 2 ശിലാശാസനങ്ങൾ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നു. വിശാലമായ നാലമ്പലം, വിളക്കുമാടം, നമസ്കാര മണ്ഡപം, ശ്രീകോവിലുകൾ എന്നിവയെല്ലാം ചെമ്പ് മേഞ്ഞതാണ്. വൃത്താകൃതിയിലാണ് പ്രധാന ശ്രീകോവിൽ. ശ്രീകോവിലിൻ്റെ പുറംഭിത്തി ദാരുശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് മാറി ഹനുമാൻ സ്വാമിയുടെ പ്രസിദ്ധമായ ക്ഷേത്രം കാണാം. ദിവ്യമായ കവിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വില്ലുമംഗലം സ്വാമിയാർ മതിൽക്കകത്തെ ഇലഞ്ഞിയിൽ ഹനുമാന്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിൻ്റെ വായുകോണിൽ ജപകിണ്ടി കമഴ്ത്തി വച്ച് അതിന്മേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിനകത്തായത്. പടിഞ്ഞാറേ നടയിൽ പാർവതീ സങ്കല്പത്തിൽ തന്നെ ശ്രീ മൂലരാജേശ്വരിയെ പ്രതിഷ്ഠിച്ചത് കൊല്ലവർഷം 1068 ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം വനവാസകാലം പൂർത്തിയാക്കിയ ശേഷം ശ്രീരാമൻ, സീത, ഹനുമാൻ, സുഗ്രീവ, വിഭീഷണൻ എന്നിവരോടൊപ്പം സ്ഥാപിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു. ശ്രീരാമൻ്റെ കൽപ്പന പിന്തുടർന്ന് മൺപാത്ര ശിവലിംഗം നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹനുമാൻ ഈ പുണ്യക്ഷേത്രത്തിനുള്ളിൽ അഭയം തേടിയതായി പറയപ്പെടുന്നു. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥയുമായി സാദൃശ്യമുള്ള ഒരു കഥയാണ് കവിയൂർ ക്ഷേത്രത്തിനും. രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണന്മാർക്കും വാനര രാക്ഷസ പടകളോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങും വഴി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് ഐതിഹ്യം. പുഷ്പക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ മുഴുകിയ സീതയുടെ ആഗ്രഹപ്രകാരമാണ് പുഷ്പക വിമാനത്തിൽ പറക്കുന്ന ശ്രീരാമനും പരിവാരങ്ങളുമൊക്കെ കവിയൂരിൽ ഇറങ്ങിയതത്രേ. ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട് ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെത്തിക്കൊണ്ടുവരാൻ ഹനുമാനെ നിയോഗിച്ചു. ശുഭമുഹൂർത്തം എത്തിയിട്ടും ഹനുമാൻ മടങ്ങി വരാതിരുന്നതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് ശ്രീരാമൻ പ്രതിഷ്ഠ നിർവഹിച്ചു. മടങ്ങിയെത്തിയ ഹനുമാൻ തൻ്റെ പ്രയത്നം വിഫലമായതിനാൽ ദുഃഖിതനായി എന്ന് മനസ്സിലാക്കിയ രാമൻ താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി ഹനുമാൻ കൊണ്ടുവന്നത് പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അതിശക്തനായ ഹനുമാന് പക്ഷേ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഹനുമാൻ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചു എന്നും അങ്ങനെ ആ ദേശത്തിന് കവിയൂര് അഥവാ കവിയുടെ ഊര് എന്ന പേര് വന്നുവെന്നും പിൽക്കാലത്ത് കവിയൂര് ലോപിച്ച് കവിയൂരായി എന്നുമാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന വടമാലയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഇവിടെ വടമാല വഴിപാട് നടത്തുന്നത് നിത്യകാഴ്ചയാണ്.
വിശ്വാസികൾ ദർശനത്തിനെത്തുന്ന ഈ മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടു നിൽക്കുന്ന ദേവസന്നിധിയായ തൃക്കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹദായകമായി നിലകൊള്ളുകയാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റുന്ന ശക്തിസ്വരൂപമായി